all, welcome to my new video Travel with Neetu. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാഴ്സലോണയിൽ തന്നെ ടോപ്പ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ ബാഴ്സലോണ വന്നു കഴിഞ്ഞാൽ ടോപ്പ് 1 അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഗ്രാഡ ഫാമിലിയ എന്ന് പറയും. ഈ ചർച്ചിൻ്റെ പേരാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചർച്ചാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകവും പുറമൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു വർത്തി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയാമല്ലേ, ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള അൺഫിനിഷ്ഡ് കാത്തലിക് ചർച്ചാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ചർച്ചസൊക്കെ കാണാൻ പറ്റുമല്ലേ. അപ്പോൾ ഇത് അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ശരിക്കും ഒരു ലാർജസ്റ്റ് കാത്തലിക് ചർച്ചായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കാത്തലിക് ചർച്ചാണിത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ വന്നാൽ മാത്രമേ ഈ ഒരു പ്ലേസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ഒരു പ്ലേസ് കാണാൻ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പ്ലേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഒരു സീസൺ ആ ഒരു സമയത്തൊന്നും അല്ല പോയത്. സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ നവംബർ മന്ത് ആയിട്ട് പോലും, അതായത് ഓൾമോസ്റ്റ് ഒരു വിൻ്റർ സീസണൊക്കെ ആയെന്ന് പറയാം. എന്നിട്ട് പോലും ഇവിടെ ഇത്രയധികം ആൾക്കാരുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാർ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ആ ഒരു ഫ്രണ്ടിലെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചുറ്റിനുള്ള ആൾക്കാർ മുഴുവൻ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ലോട്ട്സ് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 11 മണിക്ക് കയറി 2 മണിക്ക് പുറത്തിറങ്ങുക, 10 മണിക്ക് കയറി 12 മണിക്ക് പുറത്തിറങ്ങുക, അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ്സ് ഉള്ളത്. അപ്പോൾ ഒരു ബാച്ച് അകത്ത് കയറി അവിടെ നിന്ന് പുറത്തെ ആൾക്കാർ ഇറങ്ങുന്നത് അനുസരിച്ചിട്ടാണ് മറ്റുള്ള ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ബാഴ്സലോണ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ദിവസത്തേക്കൊന്നും മാറ്റി വെക്കരുത്. കാരണം നമുക്ക് ചെല്ലുന്ന ദിവസം തന്നെ ടിക്കറ്റ് കിട്ടി അകത്ത് കയറാൻ പറ്റുള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡേ ആണ് ഇവിടെ പോയി കാണാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ നിന്നിട്ട് അകത്താക്കി കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രൻസിൻ്റെ ഏരിയയിൽ മാത്രം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ജസ്റ്റ് ആ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയ വരുമ്പോൾ മാത്രം ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കിതായിപ്പോൾ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് ക്യാമറ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്കാണ് വരാൻ പറ്റുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു ചർച്ചിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ മെയിൻ എൻട്രൻസ് എവിടെയാണുള്ളത്. അപ്പോൾ ഭയങ്കര ടോളായിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചർച്ചിൻ്റെ മോഡൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇതിൻ്റെ എല്ലാ ചുറ്റിനും കറങ്ങി അടിച്ചിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടുത്തെ ഒരു എൻട്രൻസ് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് ചെല്ലുന്നത്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഡിസൈൻസും ഒക്കെ നമുക്ക് ശരിക്കും കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ശരിക്കും ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അതിനും മാത്രം കൊത്തുപണികളും ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ സ്പെയിനിലെ തന്നെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആൻ്റോണി ഗൗഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഇവിടുത്തെ ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ 1852 അതുപോലെ 1926 ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ ഈ ഒരു ആർക്കിടെക്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം 2010 ആ ഒരു സമയത്താണ് പോപ്പ് ബെനഡിക്റ്റ് ഇവിടെ വന്ന് ഈ ഒരു പള്ളി വെഞ്ചരിച്ച് ഇതൊരു റിലീജിയസ് പ്ലേസ് ആക്കി മാറ്റിയത്. അതിനുശേഷം ഇതൊരു കാത്തലിക് ചർച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ തിരക്കാണ്. അപ്പോൾ ആൾക്കാർ വന്ന് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ വന്ന് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്ത് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയിലെ തന്നെ മോസ്റ്റ് വിസിറ്റഡ് അട്രാക്ഷൻസിൽ 1ാം സ്ഥാനത്താണ് ഈ ഒരു സഗ്രാഡ ഫാമിലിയ ചർച്ച് ഉള്ളത്. അതിന് കാരണം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ അത്രയധികം കാഴ്ചകൾ കാണാനുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 140 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പള്ളിയുടെ പണി തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ പ്രോഗ്രസ് ആയതും
അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണാനും ഈ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ആവാൻ തുടങ്ങി. ബാഴ്സലോണയുടെ തന്നെ ഒരു സിമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ. അതിന് മാത്രം ആൾക്കാരാണ് ഇവിടെ വരെയും ഈ ഒരു പ്ലേസ് കാണുകയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഭയങ്കര വലിയൊരു ചർച്ചാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് കേട്ടാലും നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരേ സമയം 9000 മെമ്പേഴ്സിനെ വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്ര വലിയൊരു ചർച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 90 മീറ്റേഴ്സാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 മീറ്റേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ആ മേലിലത്തെ ആ ഒരു ടവർ ഏരിയയുടെയൊക്കെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 45 മീറ്റേഴ്സാണ്. പിന്നെ കുറച്ച് സ്പിയേഴ്സ് ഉണ്ട്, അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 18 മീറ്റേഴ്സാണ് കേട്ടോ. അതുപോലെ സ്പിയേഴ്സിന് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് 170 മീറ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കേട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര വലിയ ചർച്ചാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സഗ്രാഡ ഫാമിലിയയ്ക്ക് ഒരുപാട് ടാഗ്സ് ഉണ്ട് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ്, അതുപോലെ തന്നെ സ്പാനിഷ് കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന, ഇപ്പോൾ വേൾഡിലെ തന്നെ ടോപ്പ് അട്രാക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസിലൊന്നാണിതും. നമ്മളിപ്പോൾ ഈഫിൽ ടവറൊക്കെ പോയി ആൾക്കാർ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ യൂറോപ്പിൽ ബാഴ്സലോണ അല്ലെങ്കിൽ സ്പെയിൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഡെഫിനറ്റായിട്ട് വന്ന് കാണുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ടിക്കറ്റ് കോസ്റ്റ് എന്ന് തന്നെ പറയുന്നത് 30 യൂറോസാണ്. അതും നമ്മൾ ഓൺലൈനിലൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്താൽ, അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവർ ചോദിക്കുന്ന റേറ്റ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണത്. ഞാൻ യൂറോപ്പിൽ തന്നെ ഒരുപാട് ചർച്ചസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇത് ഇത്രയും സമയം എടുത്ത് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ കാരണം തന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ കൊത്തുപണികളും ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെയാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ പറ്റുക. വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഈ ഒരു ചർച്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതാ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ, ഇവിടുത്തെ പില്ലേഴ്സ് കൊടുത്തേക്കുന്നത്, അതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ്, ഇതെല്ലാം എടുത്ത് പറയേണ്ടതാണ്. എല്ലാം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പെയിൻറ്റിങ്സും കളർ കോമ്പിനേഷൻസും ഒക്കെ ഒരുപാട് ആർട്ട് വർക്ക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും പല ഏരിയാസിലായിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇത്ര വലിയ പ്രത്യേകതയും ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്നതും കാണുന്നതുമൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു അബവ് 5000 മെമ്പേഴ്സൊക്കെ എന്തായിരുന്നാലും ഒരു ഹാഫ് ഡേയിൽ, ഇപ്പം നമ്മളുള്ളപ്പോൾ തന്നെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ആളുകൾക്കൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സാധാ പള്ളികളിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ചെയേഴ്സൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലൂടെയാണ് പുറത്തേക്ക് വരാം. അവിടെ നിന്ന് എൻട്രി, ഇപ്പോഴത്തെ സൈഡിൽ എക്സിറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടി കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ഡോർ വഴി പുറത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഒരുപാട് കാഴ്ചകൾ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുറ്റിനുള്ള ഏരിയാസ് നമുക്കിങ്ങനെ കറങ്ങി നടന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉൾഭാഗവും പുറത്തുള്ള ഭാഗമൊക്കെയാണ് കണ്ടത്. ശരിക്കും ഇതിൻ്റെ മുകളിൽ കുറച്ച് ടവേഴ്സ് ഉണ്ട്, ആ ഒരു ടോളായിട്ടുള്ള പോർഷൻ. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതുമാത്രമല്ല ഇവിടെ കുറേ സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് പേരെ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് അവിടെയും കാണാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെയർസ് എടുത്ത് പോകണം, ഒരുപാട് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ മുകളിലും കയറി കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൻ്റെയും ഒരു ലോങ് വ്യൂ കിട്ടും കേട്ടോ. ആ ഒരു ടോൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ടവേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്നുള്ള ആ ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും ബാക്കിൽ നിന്നുള്ള വ്യൂവും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുക. രണ്ടും നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോണത് ഇവിടുത്തെ കാത്തഡ്രലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ബാഴ്സലോണയിലത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് കാത്തഡ്രൽ ഓഫ് ബാഴ്സലോണ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ പോണത് ഇതുപോലത്തെ ചെറിയ ചെറിയ വഴികളിലോട്ടെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ഓൾഡായിട്ടുള്ള ഒരു കാത്തഡ്രലാണ്.
1858 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. എന്ന് പറയുമ്പോൾ ഏകദേശം 1000 വർഷത്തിൻ്റെ അത്രയും പഴക്കമുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺസ്ട്രക്ട് ചെയ്തപ്പോഴും ഇതിൻ്റെ അടുത്തുള്ള ഒരുപാട് ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, മൊത്തം കരിങ്കല്ലും അങ്ങനത്തെയൊക്കെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു കാത്തഡ്രലും ബാഴ്സലോണയിലെ ടോപ്പ് അട്രാക്ഷൻസിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബാഴ്സലോണ കാത്തഡ്രൽ എന്ന് പറയുന്നത് ഒരു ഗോയിത്തിക് കാത്തഡ്രലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് വേറെ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് ഇടവഴിയിലൂടെ പോയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തുക. അപ്പോൾ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വഴിയിലൂടെ മുന്നോട്ട് വന്ന് ആ ഒരു കാത്തഡ്രലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നാലുകെട്ടൊക്കെ പോലത്തെ ഒരു ഏരിയ കാണാൻ പറ്റുക. ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലൊക്കെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ്, ഇങ്ങനെ തുറന്ന് കിടക്കുക ചെയ്യണത്. അപ്പോൾ ശരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആണത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ഏരിയയും വിസിറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാത്തഡ്രലിൻ്റെ ബാക്ക് സൈഡിലൂടെ വന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഏരിയാസൊക്കെ കണ്ട് ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ 1000 ചില്ലാനും വർഷം പഴക്കമൊക്കെ ഉള്ള ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലുള്ളത്. അപ്പോൾ ഇപ്പോഴും എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്കൊക്കെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ റെസ്റ്റോറൻറ്റ്സും കുറേ ഷോപ്പിംഗ് ഏരിയസൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ മാർക്കറ്റ്സൊക്കെ കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.